വൈകിട്ട് ദിലീപ് വിളിച്ചിട്ടുണ്ടായിരുന്നു, ഇങ്ങനെ പടത്തിന്റെ ഒരു ഓഡിയോ ലോഞ്ച് ചടങ്ങുണ്ട്, 6:30 മണിക്കാണ്. ഒന്നും ആലോചിക്കാണ്ടായിരുന്നില്ല, ഉടനെ തന്നെ പറഞ്ഞു ഓക്കെ ഞാൻ അവിടെ എത്തിയിരിക്കും, ഉറപ്പായിട്ട് എത്തിയിരിക്കുന്നു. ഫോൺ വെച്ച് കഴിഞ്ഞപ്പോഴാണ് ആലോചിച്ചത് ഒരു ചെറിയ ഫാമിലി ഗെറ്റ് ടുഗദർ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അത് 7 മണിക്കായിരുന്നു, അത് ഞാൻ 8 മണിക്കത്തേക്ക് മാറ്റി. അങ്ങനെ പുറപ്പെടാൻ വേണ്ടി പെട്ടെന്നൊരു ചെറിയ ആലോചന, മനസ്സിലൊരു ഡൗട്ട് വന്നു ദിലീപ്. വേറെ നല്ല ചടങ്ങിന് വരികയാണ്, തീർച്ചയായിട്ടും അതിന് വന്ന് പങ്കെടുക്കുമ്പോൾ ആ പടത്തിന് വേണ്ടിയിട്ട്, ആ പടത്തിന്റെ വലിയ വിജയത്തിന് വേണ്ടിയിട്ടൊക്കെ പ്രാർത്ഥിക്കണം എന്ന് പറയുന്നൊരു മര്യാദയുണ്ട്. പക്ഷെ അവിടെയാണ് പ്രശ്നം. ഈ പ്രാർത്ഥനയിൽ നമുക്ക് കളത്തരം കാണിക്കാൻ പറ്റില്ലല്ലോ. 26-ാം തീയതിയാണ് ഈ പടം റിലീസ് ചെയ്യുന്നത്. 3-ാം തീയതി എൻ്റെ മകന്റെ പടം നടികർ റിലീസ് ചെയ്യുന്നുണ്ട്. അപ്പൊ ഇതിനു വേണ്ടി പ്രാർത്ഥിച്ചാൽ അത് കുഴപ്പമാകുമോ എന്ന് പറയുന്നൊരു ടെൻഷൻ കുറച്ചു നേരത്തൊക്കെ ഉണ്ടായി. പക്ഷെ പിന്നീട് ആലോചിക്കുമ്പോൾ ഓടുന്ന പടങ്ങൾ, നല്ല പടങ്ങളൊക്കെ വരുമ്പോഴാണ് തിയേറ്ററിലേക്ക് ആളുകൾക്ക് വരാനുള്ള താല്പര്യവും ആഗ്രഹവും ഉണ്ടാകുന്നത്. ഇപ്പം തന്നെ നമുക്ക് മലയാള സിനിമയുടെ പുഷ്കര കാലഘട്ടം എന്ന് തന്നെ പറയാം. സിനിമകൾ ധൈര്യമായിട്ട് തിയേറ്ററിലേക്ക് വിടാം, തിയേറ്ററിലേക്ക് ആളുകൾ വരാൻ കൊതിക്കുകയാണ്. ഒരു സിനിമ കണ്ടിട്ട് വീട്ടിൽ ചെന്ന് കഴിയുമ്പോൾ അടുത്ത സിനിമ കാണാനുള്ള ആഗ്രഹത്തിലേക്ക് ആളുകൾ കൊണ്ടെത്തിക്കുക എന്ന് പറയുന്നൊരു അവസ്ഥയാണുള്ളത്. അതുകൊണ്ട് തന്നെ നമ്മളിപ്പോൾ വളരെ നല്ലൊരു സീസണിലാണ് വന്ന് നിൽക്കുന്നത്. എല്ലാ ഐശ്വര്യങ്ങളും പങ്കുണ്ടാകട്ടെ. കെയർടേക്കർ എന്ന് കേൾക്കുമ്പോൾ തന്നെ നമുക്കറിയാം എല്ലാവർക്കും വേണ്ട ആളാണ് കെയർടേക്കർ. എന്നാൽ എല്ലാ കുറ്റങ്ങളും കേൾക്കേണ്ടി വരുന്ന ഒരാളുമാണ് കെയർടേക്കർ. ഒരു പടത്തിന്റെ പേര് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് അതിന്റെ സ്വഭാവവും അതിന്റെ ഒരു വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടൊരു വശവും കാണാൻ സാധിക്കുന്നു എന്ന് പറയുന്നത് തന്നെ ആ പടത്തിന്റെ വിജയത്തിന്റെ ആദ്യ പടി കയറി കഴിഞ്ഞു എന്ന് മനസ്സിലാക്കലാണ്. എല്ലാ ഐശ്വര്യങ്ങളും ദിലീപിനും വിനീതിനും ഇതിന്റെ പുറകിൽ പ്രവർത്തിക്കുന്ന എല്ലാവർക്കും, പ്രത്യേകിച്ച് പുതിയതായിട്ട് തുടങ്ങുന്ന ഫിയോക്ക് എന്ന് പറയുന്ന ഈ വിതരണ കമ്പനിക്കും എല്ലാ ആശംസകളും പ്രാർത്ഥനകളും നന്മകളും തരുന്നു. താങ്ക് യു വെരി മച്ച്. ഞങ്ങളുടെ എല്ലാവരുടെയും വക നടികർക്കും എല്ലാവിധ നന്മകളും ആശംസകളും നേരാണ്. ശ്രീ വിനീത് കുമാർ സർ ഇസ് റൈറ്റ് there. സ്റ്റേജിലേക്ക് വരണം. ശ്രീ റോഷൻ ചിറ്റൂർ, അദ്ദേഹത്തിന് സ്വാഗതം. നിങ്ങളൊക്കെ മാറി നിൽക്കേണ്ടവരാണോ? ഞാൻ പ്രത്യേകം വിളിക്കേണ്ട കാര്യമുണ്ടോ? വി ഓൾ ഫാമിലി റൈറ്റ്. വരൂ സ്റ്റേജിലേക്ക്. ജോഷി സാറ് ഏറ്റുവാങ്ങുന്നു. ഓഡിയോ ലോഞ്ച് ഇതാ വേദിയിൽ നിർവഹിക്കപ്പെടുന്നു. ചിത്രത്തിലെ അഭിനേതാക്കളുണ്ട്, അണിയറ പ്രവർത്തകരുണ്ട്, മറ്റ് ഡിഗ്നിറ്ററീസ് ഉണ്ട്, ജോഷി സാറുണ്ട്, സിനിമയുടെ സംവിധായകരുണ്ട്, സരിഗമയുടെ പ്രതിനിധിയുണ്ട്. സോ ലേഡീസ് ആൻഡ് ജെന്റിൽമെൻ, പവി കെയർടേക്കറിന്റെ ഒഫീഷ്യൽ ആയിട്ടുള്ള ഓഡിയോ ലോഞ്ച് നമ്മളെ എല്ലാവരെയും സാക്ഷി നിർത്തി ഇതാ വേദിയിൽ നടന്നുകൊണ്ടിരിക്കുന്നു. ലെറ്റ്സ് ഗിവ് എ ഹ്യൂജ് റൗണ്ട് ഓഫ് അപ്ലോസ്. കം ഓൺ എവരിബഡി പ്ലീസ്. മനോഹരങ്ങളായ ഗാനങ്ങൾ ചിത്രത്തിലുണ്ട് എന്നാണ് അറിയാൻ സാധിച്ചത്. ഉടനെ നമുക്കത് കേൾക്കാം.
മങ്കട്ട് എന്ന സിനിമയിൽ ഒരു ഡയലോഗുണ്ട്, ആരണ്ട്ര എന്നെ തൊട്ട് കളിക്കാൻ. കുറച്ച് കഴിയുമ്പോഴത്തേനും ഞാനുണ്ട്ര എന്ന് പറയുമ്പോൾ ഓക്കെ, അത് കഴിഞ്ഞിട്ട് പറയുന്നുണ്ട് ഇനി ഞങ്ങളെ തൊട്ട് കളിക്കാൻ ആരുണ്ട് എന്ന് പറഞ്ഞ പോലെയാണ്. മര്യാദയ്ക്ക് ഡിസ്ട്രിബ്യൂട്ടറായിട്ട് കുറേ പടങ്ങളൊക്കെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് പൊക്കോണ്ടിട്ടിരിക്കുമ്പോഴാണ് ആണ്ട്ര ഇനി ഞങ്ങൾ ഒരു ഡിസ്ട്രിബ്യൂഷൻ കമ്പനിയായിട്ട് വരുവാണ് എന്ന് പറഞ്ഞിട്ട് ഫിയോക്ക് ലാൻഡ് ചെയ്യുന്നത്. അതിന് ആശംസ കൊടുക്കാനായിട്ടാണ് എന്നെ വിളിച്ചിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ടിട്ട് വളരെയധികം സന്തോഷം. ഇവരുടെ ഒരു നല്ല ഉദ്ദേശത്തിനാണ് ഇത് സ്റ്റാർട്ട് ചെയ്തേക്കുന്നത്. അതിലും വളരെയധികം സന്തോഷമുണ്ട്. ഇന്ന് വിജയകുമാറേട്ടൻ വിളിച്ചു പറഞ്ഞു വരുമ്പോൾ വെറുതെ വരാൻ പാടില്ല, ഒരു ചെക്കൊക്കെ ഒപ്പിട്ടിട്ട് വേണം വരണം. ഞാൻ പറഞ്ഞു ഒപ്പിട്ട ചെക്കില്ല ഇവിടെ, അല്ല അത് കുഴപ്പമില്ല, ഇവിടെ വന്നിട്ടാണേലും ഒപ്പിട്ടാൽ മതി എന്നുള്ളതാണ് പുള്ളി പറഞ്ഞത്. അതുപോലെ ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട്. പക്ഷേ ഒരേ ഒരു കാര്യം, നമ്മൾ എത്ര പൈസ വേണേലും തരാനായിട്ട് തയ്യാറാണ് ഡിസ്ട്രിബ്യൂട്ടർ ഫിയോക്കിന്. ഇതുപോലെ തന്നെ അടുത്ത മാസം ഞാൻ പടം റിലീസ് ചെയ്യുന്നുണ്ട്. ഇതുപോലെ തന്നെ എനിക്ക് ആ പടത്തിന് അഡ്വാൻസ് തരേണ്ടതെന്നുള്ള ഒരു കാര്യം കൂടെ ഞാൻ ഈ സദസ്സിൽ ഓർമ്മിപ്പിക്കുകയാണ്. അതുപോലെ തന്നെ പവി കെയർ ടേക്കർ, ഈ സിനിമ വിജയിക്കേണ്ടത് ഇവിടെ എത്ര പേര് ആഗ്രഹിക്കുന്നുണ്ടോ അതിൽ കൂടുതൽ ആഗ്രഹിക്കുന്ന ഒരാളാണ് ഞാൻ. കാരണം ദിലീപേട്ടനെ വെച്ചിട്ട് അടുത്ത സിനിമ നിർമ്മിക്കുന്നത് ഞാനാണ്. അതിൻ്റെ ഷൂട്ടിംഗ് നടന്നുകൊണ്ടിരിക്കുകയാണ്. കാരണം ഇതിൻ്റെ ഒരു ബിസിനസ്സും മറ്റു കാര്യങ്ങളൊക്കെ പോലെ ഇരിക്കും ഞങ്ങളുടെ അങ്ങോട്ടുള്ള അടുത്ത ബിസിനസ്സും. സോ അതിനായിട്ട് ദിലീപേട്ട ഞാൻ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നു. സോ ഇന്ന് ഇങ്ങനെയൊരു ചടങ്ങിൽ പങ്കെടുക്കാനായിട്ട് സാധിച്ചതിൽ വളരെയധികം സന്തോഷം. ഇതിൻ്റെ ഡയറക്ടർക്കും ഈ സിനിമയുടെ മുന്നിലും പിന്നിലും പ്രവർത്തിച്ചവർക്കും ഒരു ആശംസ ഒരിക്കൽ കൂടി നേരുന്നു. അതോടൊപ്പം ഫിയോക്കിന് ഒരിക്കൽ കൂടി നന്ദിയും വെൽക്കവും പിന്നെ മറ്റെല്ലാവിധ ആശംസകളും നേരുന്നു. ഓക്കെ, താങ്ക് യു. താങ്ക് യു ഡിറക്ഷൻ അയാൾ ഞാനല്ല എന്ന സിനിമയിലൂടെ his last film was Dear Friend, and now it is all about Pavi Caretaker. Please speak about your movie. ആദരണീയരായ ജോഷ് സാർ, മണി സാർ, ഗുരുസ്ഥാനീയരായിട്ടുള്ള ഒത്തിരി പേരുണ്ട് ഈ വേദിയിൽ. എന്നെ സ്വാഗതം ചെയ്യുമ്പോൾ പറഞ്ഞതുപോലെ തന്നെ ചെറുപ്പം തൊട്ട് സിനിമയിൽ വന്നതുകൊണ്ട് കണ്ടു വളർന്ന ഒരുപാട് മുഖങ്ങളുണ്ട് ഇവിടെ എത്തിച്ചേർന്ന എല്ലാവർക്കും നന്ദി. മനസ്സ് ആത്മാർത്ഥമായിട്ട് സന്തോഷത്തോടു കൂടി താങ്ക് യു സോ മച്ച്. പവി കെയർടേക്കർ എന്ന് പറയുന്ന സിനിമ ഇപ്പോൾ നിങ്ങളുടെ മുമ്പിലേക്ക് ഏപ്രിൽ 26-ന് റിലീസ് ചെയ്യുമ്പോൾ ഞാനും രാജേഷ് ഷാവനും ഞങ്ങൾ ഒരുമിച്ചിട്ടുള്ള ഈ സിനിമയുടെ യാത്ര തുടങ്ങിയിട്ട് 5 വർഷമായി. അപ്പോൾ ഈ 5 വർഷത്തെ ഞങ്ങളുടെ ഓർമ്മകളും ഞങ്ങളുടെ പ്രയത്നവും ഒക്കെ നിങ്ങളുടെ മുമ്പിലേക്ക് എത്തുകയാണ്. ഈ സിനിമയുടെ കഥ ഞാനല്ല എന്ന് പറയുന്ന സിനിമ ഫഹദുമായിട്ട് ചെയ്ത് രണ്ടാമത്തെ സിനിമ വീണ്ടും ഞങ്ങൾ തന്നെ ഒരുമിച്ച് ചെയ്യാം എന്നുള്ളൊരു പ്ലാനിൽ ഞങ്ങൾ പല കഥകളും ആലോചിക്കുന്നു. പക്ഷെ ഞങ്ങൾ രണ്ടുപേരെയും എക്സൈറ്റ് ചെയ്യുന്ന ഒരു കഥയിലേക്ക് എത്തിയില്ല. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഒരു ദിവസം രാജേഷ് എൻ്റെ അടുത്ത് വന്നിട്ട് ഈ കഥ പറയുന്നത്. അപ്പോൾ രണ്ടാമത്തെ സിനിമയായിട്ട് ഞാൻ ചെയ്യാനിരുന്നത് ഫഹദിനെ വെച്ചിട്ട് തന്നെയുള്ള ഒരു സിനിമയായിരുന്നു. പക്ഷേ ഈ കഥ കേട്ടപ്പോൾ എനിക്ക് ഭയങ്കര എക്സൈറ്റ്മെൻറ്റ് തോന്നി. പക്ഷേ ഇത് ഫഹദ് ചെയ്യേണ്ട ഒരു ക്യാരക്ടർ അല്ല എന്ന് ഞാൻ രാജേഷിൻ്റെ അടുത്ത് പറഞ്ഞു. ഞാൻ രാജേഷിനോട് ചോദിച്ചു, ആരായിരിക്കും പിന്നെ നമുക്ക് ഈ പവിത്രൻ എന്ന് പറയുന്ന ക്യാരക്ടർ ചെയ്യാൻ ഏറ്റവും? അപ്പോൾ എൻ്റെ മനസ്സിൽ ദിലീപേട്ടനാണ് എന്ന് രാജേഷ് പറഞ്ഞു. ഞാൻ പറഞ്ഞു, തീർച്ചയായിട്ടും ഇതല്ലാതെ വേറൊരാളെ ഞാൻ ആലോചിച്ചിട്ടില്ല, നിങ്ങളിനി മാറ്റി പറയുമെന്ന് വിചാരിച്ചാണ്. പക്ഷേ അറിയില്ല, കാരണം ഞാനും ദിലീപേട്ടനും ഇതിനു മുമ്പ് ഒരുമിച്ച് അഭിനയിച്ചിട്ടില്ല. പല വേദികളിലും നമ്മൾ ഉണ്ടായിട്ടുണ്ട്, അമ്മയുടെ പ്രോഗ്രാമിലും ഒക്കെ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ ഒരു കഥ പറയാൻ, അപ്പോൾ എനിക്ക് ആദ്യം എൻ്റെ മനസ്സിൽ വന്നതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, വർഷങ്ങൾക്ക് മുമ്പ്, അതായത് ഞാൻ ചെയ്യുന്നതിന് മുമ്പ് ഞാനും ഫഹദും നിരന്തരം കാണുന്ന വളരെ സിനിമകളിലും സിനിമയുടെ കഥകളും ഒക്കെ ചർച്ച ചെയ്യുന്ന ഒരു കാലം ഉണ്ടായിരുന്നു. അപ്പോൾ ആ സമയത്ത് ഒരു ദിവസം ഞാൻ ഫഹദിൻ്റെ അടുത്ത് ഫഹദ് എനിക്കൊരു കഥയുണ്ട്, പക്ഷെ ആ കഥ എനിക്ക് ദിലീപേട്ടൻ്റെ അടുത്ത് പറയാം, വാ നമുക്ക് പോവാം. അപ്പോൾ ഞാൻ ചോദിച്ചു, ഇവിടെ ഉണ്ടാവും ഇപ്പോൾ ദിലീപേട്ടൻ? ഇപ്പോൾ ആച്ചിക്കയുടെ പടത്തിൽ, വാപ്പച്ചിയുടെ പടത്തിൽ ഇപ്പോൾ ഇവിടെ അഭിനയിക്കുന്നുണ്ട് എന്ന് പറഞ്ഞിട്ട് ഞാൻ ഒരു ദിവസം ദിലീപേട്ടൻ്റെ കേരളത്തിൽ ചെന്നിരുന്നു. പക്ഷേ കഥ പറയാനുള്ള എന്താ പറയുക, ഒരു ധൈര്യം കിട്ടാത്തത് കൊണ്ട് അന്ന് ഞാനൊന്നും പറഞ്ഞില്ല. കാരണം അതല്ല ദിലീപേട്ടൻ വെച്ച് ചെയ്യേണ്ട സിനിമ എന്ന് അന്ന് തോന്നിയിട്ട് ഞാൻ കഥ പറഞ്ഞില്ല. കുറേ നേരം ഞങ്ങൾ വിശേഷങ്ങളൊക്കെ പറഞ്ഞിരുന്നിട്ട് ഞാൻ പോയി. ഈ കഥ ദിലീപേട്ടനും അറിയില്ല ഞാൻ ഇങ്ങനെ ഒരു ശ്രമം മുമ്പ് നടത്തിയത്. അപ്പോൾ രണ്ടാമത് വീണ്ടും ഇങ്ങനെ ഒരു സിനിമയുമായിട്ട് രാജേഷ് പറഞ്ഞ കഥയുമായിട്ട് ഞാൻ ആദ്യം ചെല്ലുന്നത് ലാലുവേട്ടൻ്റെ അടുത്താണ്, ലാൽ ജോസ്. അപ്പോൾ ലാലുവേട്ടനായിട്ട് ഞാൻ നിരന്തരം ഇത്തരം കഥകൾ പറയുകയും നമ്മൾ സിനിമ ചർച്ചകളൊക്കെ ഉണ്ടാവാറുണ്ട്. അങ്ങനെ ഒരു ദിവസം ഞാൻ ഈ കഥ പറയുന്നു. കഥ പറഞ്ഞു കഴിഞ്ഞ് ഉടനെ പറഞ്ഞു, എനിക്ക് ഈ സിനിമ ഭയങ്കരമായിട്ട് ഇഷ്ടമായി വിനീത്, ആരെ വെച്ചിട്ടാണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു, ഇങ്ങനെ ദിലീപേട്ടനാണ് എൻ്റെ മനസ്സിലുള്ളത്, ബെസ്റ്റ് ദിലീപാണ് ഇതിന് ഏറ്റവും ആപ്റ്റ്. അങ്ങനെ എനിക്ക് രണ്ടാമതൊരു ഉറപ്പ് കിട്ടുന്നത് ലാലുവേട്ടൻ്റെ അടുത്താണ്.
ഷൂട്ട് ചെയ്ത് കഴിഞ്ഞു. അവരുടെ നമ്മൾ ചില അവർക്ക് അഭിനയിക്കാൻ ചില സീൻസ് കൊടുത്ത് ചെയ്യിപ്പിച്ച് നോക്കിയപ്പോഴൊന്നും നമുക്ക് ആർക്കും അങ്ങോട്ട് തൃപ്തിയാവുന്നുണ്ടായിരുന്നില്ല. അങ്ങനെ വീണ്ടും ഈ അന്വേഷണം തുടർന്നു. പിന്നെ അത് ഇൻസ്റ്റാഗ്രാമിലേക്ക് കയറി അങ്ങനെ കണ്ടെത്തിയ കുറേ ഫോട്ടോസ്, അത് കഴിഞ്ഞ് അവരുടെ വീഡിയോസ്, അതുവഴി അങ്ങനെ കണ്ടെത്തിയ കുറച്ച് പേരെ ഞങ്ങൾ ഷോർട്ട് ലിസ്റ്റ് ചെയ്ത് അതിനകത്ത് നിന്ന് ഈ സിനിമയുടെ കഥാപാത്രങ്ങളോട് ഏറ്റവും യോജിച്ച് നിൽക്കുന്ന 5 പേരെയാണ് ഞങ്ങളിവിടെ സിനിമയിലൂടെ നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നത്. ഞാൻ ഓരോരുത്തരെയായിട്ട് വേദിയിലേക്ക് വിളിക്കാം. ഈ സിനിമയുടെ ഞങ്ങളുടെ സ്ക്രീൻ പ്ലേ കഴിഞ്ഞപ്പോൾ ഇതിനകത്ത് മാലിനി എന്ന് പറയുന്ന ഒരു ക്യാരക്ടറുണ്ട്. അപ്പോൾ മാലിനി എങ്ങനെ ഇരിക്കണം, മാലിനിയുടെ സ്വഭാവം എങ്ങനെയായിരിക്കണം, മാലിനി കാഴ്ചയ്ക്ക് എങ്ങനെ ഇരിക്കണം എന്നൊക്കെ ഞങ്ങളുടെ മനസ്സിലുണ്ടായിരുന്നു. പക്ഷേ അതുപോലെ ഒരാളെ കിട്ടണം എന്നുള്ള ആഗ്രഹവുമായിട്ട് ഇങ്ങനെ നിൽക്കുമ്പോഴാണ് എനിക്കൊരു മെസ്സേജ് വരുന്നത് ഇൻസ്റ്റയിൽ. ചേട്ടാ, എനിക്ക് ഇങ്ങനെ ഒരു കാസ്റ്റിംഗ് കോൾ കണ്ടു, ഞാൻ അഭിനയിക്കാൻ ആഗ്രഹമുണ്ട് എന്ന് പറഞ്ഞപ്പോഴാണ് ഞാൻ ഓക്കെ, ഇങ്ങനൊരു ഓഡീഷൻ ഉണ്ട്, ആ ദിവസം വരൂ എന്ന് പറഞ്ഞു. അങ്ങനെ വന്ന് ഞങ്ങൾ സംസാരിച്ചു. ഞങ്ങൾ ആദ്യം ഷൂട്ട് ചെയ്തു, കുറച്ച് കാര്യങ്ങളൊക്കെ കൊടുത്തു, പാടാൻ പറഞ്ഞു. അങ്ങനെ ആ പ്രോസസ്സ് ഇങ്ങനെ പോയിക്കൊണ്ടിരുന്നു. അത് കഴിഞ്ഞപ്പോൾ ആ കുട്ടിയുടെ അച്ഛൻ കൂടെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അച്ഛൻ മകളെ കുറിച്ചിട്ട് ഇങ്ങനെ പറയുന്നുണ്ട്, ബ്ലാക്ക് ബെൽറ്റാണ് മോള് ഇങ്ങനെ. അപ്പോൾ ഇതൊന്നും എനിക്ക് ആവശ്യമില്ലല്ലോ എന്നിങ്ങനെ ആലോചിച്ചുകൊണ്ടിരുന്നത്, കാരണം ഫൈറ്റൊന്നും ഇല്ല സിനിമയിൽ. അപ്പോൾ അത് കഴിഞ്ഞിട്ട് അദ്ദേഹം എന്നോട് പറഞ്ഞു, ഞാനൊരു പാട്ട് പാടട്ടെ എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ആലോചിച്ചു, അച്ഛൻ എന്തിനാണ് പാടുന്നത്? പക്ഷേ അദ്ദേഹം നന്നായിട്ട് മനോഹരമായിട്ട് പാടി. ഇതൊക്കെ കഴിഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായി, മാലിനി എങ്ങനെയാണോ, മാലിനിയുടെ വീട് എങ്ങനെയാണോ, മാലിനിയുടെ കുടുംബം എങ്ങനെയാണോ, അങ്ങനെ ഒരു കുടുംബത്തിൽ നിന്ന് വന്ന ഒരാളാണ് ജൂഹിയാണ് മാലിനിയായിട്ട് അഭിനയിക്കുന്നത്. അന്ന് തന്നെ ഞങ്ങൾ ഇത് ഉറപ്പിക്കുകയും ചെയ്തു. എൻ്റെ സിനിമയിലെ ആദ്യത്തെ ഹീറോയിൻ കാസ്റ്റിംഗ് ജൂഹിയായിരുന്നു. അപ്പോൾ ജൂഹിനെ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. Let's welcome Juhi Jaykumar on stage. നമ്മുടെ 5 നായികമാരിൽ ആദ്യത്തെ ആള്. രണ്ടാമതായിട്ട് ശ്രേയ രുക്മിണി, ജാനകി എന്ന് പറയുന്ന ക്യാരക്ടറാണ് ചെയ്യുന്നത്. ശ്രേയയും ഇതേപോലെ തന്നെ ഞാൻ ഓഡീഷൻ ചെയ്യുന്നു. അത് കഴിഞ്ഞ് ശ്രേയ നന്നായിട്ട് പാടുമായിരുന്നു. അപ്പോൾ കുറേ പാടുന്ന ക്ലിപ്പുകൾ ഞാൻ കണ്ടു. അത് കഴിഞ്ഞതിന് ശേഷം ശ്രേയ ഒരു പ്രോഗ്രാമിൽ ഞാൻ പോയി കണ്ടു. അപ്പോഴൊന്നും ഞാൻ ശ്രേയയുടെ അടുത്ത് പറഞ്ഞിരുന്നില്ല ഇങ്ങനെ ഒരു കാസ്റ്റിംഗ് ഞാൻ അതിനു വേണ്ടിയിട്ടാണെന്നുള്ളത്. കാരണം ഞാൻ വിശ്വസിക്കുന്ന ഒരു കാര്യം, നമ്മുടെ ക്യാരക്ടറിനോട് അടുത്ത് നിൽക്കുന്ന സ്വഭാവത്തിൽ നിന്ന് തന്നെയുള്ള ഒരാളെ, അതേ ബാക്ക്ഗ്രൗണ്ടിൽ നിന്നുള്ള ഒരാളെ, അതിനോട് അടുത്ത് നിൽക്കുന്ന ഒരാളെ ആ കഥാപാത്രമായിട്ട് കാസ്റ്റ് ചെയ്തല്ല അത് എനിക്ക് കുറച്ചുകൂടി എളുപ്പമായിരിക്കും. അതുപോലെ തന്നെ ആ ആർട്ടിസ്റ്റിന് പെർഫോം ചെയ്യാനും അത് കുറേ കൂടി എളുപ്പമായിരിക്കും. അങ്ങനെയുള്ള ഒരു സ്റ്റഡിയുടെ ഭാഗമായിട്ട് ഞാൻ ശ്രേയയുടെ 1-2 പ്രോഗ്രാമുകൾ കാണുകയും ശ്രേയമായിട്ട് സംസാരിക്കുകയും ചെയ്തതിന് ശേഷമാണ് ഞാൻ പറയുന്നത്, ഞാനിങ്ങനെ ഒരു കാസ്റ്റിങ്ങിന് വേണ്ടിയിട്ടാണ് ശ്രേയയെ മീറ്റ് ചെയ്തത്, ഇങ്ങനൊരു കഥയാണ്, ഇങ്ങനൊരു കഥാപാത്രമാണെന്ന് പറഞ്ഞപ്പോൾ ശ്രേയ വളരെ ഹാപ്പി ആയിട്ട് വരികയും അതുപോലെ ഗംഭീരമായിട്ട് പെർഫോം ചെയ്യുകയും ചെയ്തു. സിനിമ ആണെന്ന് എനിക്ക് മനസ്സിലാവും. വെൽക്കം ശ്രേയ രുക്മിണി. Presenting before you hero number 2 of the movie, Shreya Rukmini. Welcome Shreya. അതുപോലെ സമയമെടുത്ത് തന്നെ ഞങ്ങൾ ആദ്യം വേറൊരു ഓപ്ഷൻ ഓൾമോസ്റ്റ് ഫൈനൽ ചെയ്തു. പക്ഷേ ലാസ്റ്റ് മൊമെൻറ്റിലാണ് അത് വർക്കാവുന്നില്ല എന്ന് തോന്നിയത്. അങ്ങനെ വീണ്ടും അന്വേഷണം തുടർന്നു. അങ്ങനെ കിട്ടിയ ഒരു ആർട്ടിസ്റ്റാണ് സ്വാതിയെ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. വെൽക്കം സ്വാതി. സ്വാതിയുടെ ക്യാരക്ടർ ലീന എന്ന് പറയുന്ന ക്യാരക്ടറാണ് സ്വാതി ചെയ്യുന്നത്. പിന്നീട് ഈ സിനിമയിൽ ഇനി 2 ഹീറോയിൻസ് കൂടിയാണ്. ആദ്യത്തെ ആൾ റോസ്മിൻ മിസ് മലബാർ ആയിരുന്നു. അപ്പോൾ റോസ്മിൻ്റെ അടുത്ത് ഈ പറയുന്ന ഫോട്ടോസൊക്കെ കണ്ട് ഞാൻ റോസ്മിനെ അഭിനയിക്കാൻ വിളിച്ചപ്പോൾ റോസ്മിൻ്റെ അടുത്ത് ആദ്യം പറഞ്ഞത്, ഞാൻ എയർലൈൻസ് വർക്ക് ചെയ്യാൻ, എയർ ഹോസ്റ്റസ് ആയിട്ട് വർക്ക് ചെയ്യാൻ ഇൻ്റർവ്യൂ കഴിഞ്ഞിരിക്കുകയാണ്, ഞാൻ അങ്ങനെ പോകാനുള്ളൊരു താല്പര്യത്തിലാണ്. ഞാൻ പറഞ്ഞു, ഒന്ന് വരൂ, വന്ന് കണ്ടിട്ട് നമുക്ക് തീരുമാനിക്കാം എങ്ങനെയാണ് അടുത്ത ജീവിതം മുന്നോട്ട് പോകേണ്ടതെന്നുള്ളത്. അങ്ങനെ റോസ്മിനെ വിളിച്ചു വരുത്തുകയും ഷൂട്ട് ചെയ്യുകയും റോസ്മിൻ്റെ അടുത്ത് ഈ കഥ പറയുകയും ഈ ക്യാരക്ടറിനെ കുറിച്ച് പറയുകയും ചെയ്തു. റോസ്മിൻ ഈ സിനിമയിലേക്ക് വന്നു. വളരെ സന്തോഷമുള്ളൊരു കാര്യം, ഞങ്ങളുടെ സിനിമ ഷൂട്ടിങ് തീരുമ്പോൾ തന്നെ റോസ്മിൻ അടുത്ത തമിഴ് സിനിമ ചെയ്യുന്നു, അത് കഴിഞ്ഞൊരു തെലുങ്ക് സിനിമ ചെയ്യുന്നു. അങ്ങനെ ഹായ്, എല്ലാവർക്കും നമസ്കാരം. എൻ്റെ പേര് ജൂഹി ജയകുമാർ. ഞാൻ കോഴിക്കോട്ടുകാരിയാണ്. ഇതെൻ്റെ ലൈഫിലെ ഒരു ഡ്രീം കം ട്രൂ മൊമെൻ്റ് ആണ്. ഒരുപാട് സന്തോഷമുണ്ട്. ഫസ്റ്റ് മൂവി തന്നെ നല്ലൊരു ടീമിൻ്റെ കൂടെ വർക്ക് ചെയ്യാൻ സാധിച്ചതിൽ താങ്ക് യു സോ മച്ച് ദിലീപ് സാർ, വിനീത് സാർ, രജിത് സാർ ഫോർ ഗിവിങ് ദിസ് ഓപ്പർച്യൂണിറ്റി. അപ്പോൾ ഞങ്ങളുടെ പടം പവി കെയർടേക്കർ April 26 റിലീസാവാണ്. നിങ്ങളെല്ലാവരും പടം കാണണം, ഞങ്ങളെല്ലാവരും സപ്പോർട്ട് ചെയ്യണം. താങ്ക് യു. ജൂഹിയുടെ അച്ഛനും വന്നിട്ടുണ്ടോ? എവിടെ അച്ഛാ? നന്നായിട്ട് പാടുന്നു കേട്ടപ്പോൾ ഒരു ആഗ്രഹം ഒന്ന് കാണാം. അച്ഛനെവിടെ?
എവിടെയോ ഇരിപ്പുണ്ട് ഒരു പ്രത്യേക അന്വേഷണം ഞങ്ങളുടെ വക. പിന്നെ ഉള്ളത് ബ്ലാക്ക് ബെൽറ്റ് ആണ്. അതിൽ കാണിക്കാനുള്ള സ്കോപ്പ് നമുക്ക് ഇവിടെ ഇല്ല. അതുകൊണ്ട് നമുക്ക് ഓൾ ദ ബെസ്റ്റ് പറഞ്ഞുകൊണ്ട് നമുക്ക് അടുത്ത നായികയിലേക്ക് മൈക്ക് കൈമാറാം. ദിൽന. വേദിയിലിരിക്കുന്ന എല്ലാ ആദരണീയ വ്യക്തികൾക്കും നമസ്കാരം. ഈ മൂവിയിൽ ഞാൻ വളരെ അപ്രതീക്ഷിതമായി, ഞാൻ വിചാരിച്ചതല്ല ഇങ്ങനെ വരും എന്നുള്ള. ഞാൻ കാസ്റ്റിംഗ് കോളൊന്നും കണ്ടിട്ടില്ല. സോ ഞാനൊരു സുംബ ഇൻസ്ട്രക്ടറാണ്. അപ്പം എൻ്റെ ക്ലാസ്സിൽ തന്നെ മീൻസ് അവിടെ കൊറിയോഗ്രാഫി ചെയ്യുന്ന ശ്രീജിത്ത് സർ ഇതിൽ AD ആയിരുന്നു. അപ്പോൾ സാറാണ് എൻ്റെ അടുത്ത് പറയുന്നത് ഇങ്ങനെ നല്ലൊരു ടീമിൻ്റെ കൂടെ നല്ലൊരു മൂവിയുണ്ട്, ദിലീപ് സറാണ്, വിനീത് സറാണ് ഡയറക്ടർ, അപ്പോൾ ഒന്ന് ഓഡിഷൻ ചെയ്ത് നോക്കൂ എന്ന് പറഞ്ഞിട്ട് അങ്ങനെയാണ് ഞാനിതിൽ വരുന്നത്. ഇതിലെ എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞാൽ ഇപ്പം ഞാൻ 1-2 മൂവീസ് ചെറിയ സീനൊക്കെ ചെയ്തിട്ടുണ്ട്. പക്ഷേ ഒരു ഫുൾ മൂവിയിൽ ഇങ്ങനെ ഒരു ക്യാരക്ടർ എന്ന് പറയുന്നത് ഫസ്റ്റ് ടൈമാണ്. സോ ഒരു ബിഗിനറിന് ലൈക്ക് എന്നെ പോലത്തെ ഒരാൾക്ക് ഇതൊരു എന്താ പറയുക വളരെ ആപ്റ്റായിട്ടുള്ളൊരു പ്ലാറ്റ്ഫോം ആയിരുന്നു. വളരെ കംഫർട്ടബിൾ എന്ന് പറയാം. ലൈക്ക് ദ ഹോൾ ക്രൂ വാസ് ലൈക്ക് ഫാമിലി, വാസ് ലൈക്ക് സോ ഫ്രണ്ട്ലി. പിന്നെ ഇത്രയും ഗേൾസ് ഉള്ളത് കൊണ്ട് നമുക്കെല്ലാം വളരെ എൻജോയ് ചെയ്ത ഒരു ടൈമായിരുന്നു ഈ ഒരു മൂവി എക്സ്പീരിയൻസ്. ഈവൻ ദിലീപ് സർ ആണെങ്കിലും നമ്മൾ പണ്ട് മുതലേ കാണുന്ന ഒരാളാണ്. എന്ന് വെച്ചാൽ എനിക്കൊരു ആദ്യം കണ്ടപ്പം സ്ക്രീനിൽ കാണുന്ന പോലെ അത്രയും എൻ്റർടൈനിങ് ആണ് എപ്പോഴും. നമ്മളുടെ അടുത്തൊക്കെ വളരെ ഫ്രണ്ട്ലി ആണ്, വളരെ കൈൻഡായിട്ടാണ്. സോ അതൊക്കെ ഇറ്റ് വാസ് എ വെരി ടച്ചിങ് എക്സ്പീരിയൻസ് ഫോർ ഓൾ ഓഫ് അസ്. ഈവൻ വിനീത് സർ ആണെങ്കിലും ഇത്രയും ചില്ലായിട്ടുള്ളൊരു ഡയറക്ടർ, അതും നമ്മൾ ഇത്രയും പുതുമുഖങ്ങളെ കുറിച്ച് കൊണ്ട് അഭിനയിപ്പിക്കുക എന്ന് പറയുമ്പോൾ അതിൽ ഇത്രയും ചില്ലായി നിൽക്കുന്നൊരു ഡയറക്ടർ വേറെ ഉണ്ടാവില്ല. സോ ഓൾ ഇൻ ഓൾ ദിസ് വാസ് സച്ച് എ വണ്ടർഫുൾ എക്സ്പീരിയൻസ്. And so from all of you, we are seeking your blessings for this movie. Pray for us and please go and watch Pavi Caretaker on April 26th. Thank you. Thank you so much. ഉറപ്പായിട്ടും. And now Swati. ഒന്നും സംസാരിക്കല്ലേ, പറയൂ. How was your experience? സ്വാതി ബാംഗ്ലൂരിൽ നിന്നാണ്. മലയാളം അറിയില്ല സ്വാതിക്ക്. തമിഴ് பேசலாம் സ്വാതി, തമിഴ് தெரியும். ஹலோ, எல்லாருக்கும் குட் ஈவினிங். இது என்னோட மலையாளமில் ஃபஸ்ட்டு சினிமா. கன்னடத்தில் பண்ணியிருக்கேன், ஆனால் இது வந்து வெளியில் வந்து பண்ணுறது வந்து புதுசாக இருக்குது. புது டீம், ரொம்ப ரொம்ப ஹாப்பியாக வந்து பண்ணிருக்கிற ஒரு சினிமா இது. அண்ட் எல்லாருக்கும் நான் தேங்க்ஸ் சொல்கிறேன். லைக் நம்மளோட டைரக்டர் வந்து வினீத் சார், திலீப் சார், அண்ட் நம்ம க்ரூ, நம்ம கோ ஆக்டர்ஸ் எல்லாருக்கும் தேங்க்யூ. எனக்கு நல்ல சப்போர்ட் பண்ணாங்க. டைலாக்ஸ் விஷயத்தில் எல்லாரும் சப்போர்ட் பண்ணாங்க. ரொம்ப கஷ்டமாக இருந்துச்சு ஸ்டார்டிங் டேஸில். போக போக எல்லாமே ரொம்ப ஈஸியாக மாறிடுச்சு. தேங்க்யூ ஸோ மச். ஏப்ரல் 26 வந்து இந்த சினிமா ரிலீஸ் ஆக போகுது. ப்ளீஸ் எல்லோரும் சினிமாஸ் ஆக்சுவலி எல்லோரும் தியேட்டருக்கு போங்க, சினிமா பாருங்கள். தேங்க்யூ ஸோ மச். பிளெஸஸ். റോഷ്നി. എല്ലാവർക്കും നമസ്കാരം. ഞാൻ ഫസ്റ്റ് ടൈം അല്ല ഇങ്ങനെ ഒരു ക്രൗഡ് ഫേസ് ചെയ്യുന്നത്. പക്ഷെ ഇപ്രാവശ്യം കുറച്ച് ഇമോഷണലായി പോകുന്നൊരു പേടിയുണ്ട്. കാരണം വിനീത് സാർ പറഞ്ഞ പോലെ ഒരുപക്ഷെ മിസ് മലബാർ ആയിരിക്കും എൻ്റെ ലൈഫിലെ ടേണിംഗ് പോയിന്റ്. അതിലൊരു ഫോട്ടോ കണ്ടിട്ടാണ് വിനീത് സാർ എന്നെ ഈ സിനിമയിൽ കാസ്റ്റ് ചെയ്യുന്നത്. സോ ഇപ്പോൾ ചെറുപ്പം തൊട്ടേയുള്ള വലിയൊരു ഡ്രീമാണ് ബിഗ് സ്ക്രീനിൽ ഫേസ് കാണണമെന്ന്. സോ അതിവിടെ ഇരുന്നിട്ട് ആ സോങ്ങിൽ കാണുമ്പം ഉണ്ടായൊരു സന്തോഷം ചെറുതായിട്ടൊന്ന് കണ്ണു നിറഞ്ഞു പോയി. സോ ആ ഒരു മൊമെൻറ്റ് താങ്ക് യു സോ മച്ച് വിനീത് സർ ആൻഡ് ദിലീപേട്ട, പിന്നെ എല്ലാ ക്രൂ അത്രയും ഹാപ്പി ആയിട്ട് വന്നിട്ട് വർക്ക് ചെയ്തു പോയി. എൻ്റെ മലയാളത്തിലെ ഫസ്റ്റ് ഫിലിമാണ്. സോ ഞാൻ ഇത്രയും സന്തോഷമായിരിക്കും അല്ലെങ്കിൽ ഇത്രയും ഫ്രീ ആയിട്ടോ അല്ലെങ്കിൽ നമ്മളെ ബെസ്റ്റ് കൊടുക്കാൻ പറ്റുന്നൊരു മൊമെൻറ്റ് നമ്മളെ ലൈഫിൽ വരുമെന്ന് വിചാരിച്ചതല്ല. പിന്നെ കൂടെ വർക്ക് ചെയ്തവരാണെങ്കിലും ഭയങ്കര സപ്പോർട്ടിങ് ആയിരുന്നു. സോ അത്രയും ഒരു ബെസ്റ്റ് മൊമെൻ്റ് ആണ് എൻ്റെ ലൈഫിലിത്. ഇപ്പോൾ ഇവിടെ നിൽക്കുന്നതും അതിൻ്റെ ഒരു പാർട്ടാണ്. സോ താങ്ക് യു സോ മച്ച് ഓൾ എവ്രി വൺ. താങ്ക് യു. ആ വിസിലടിക്കുന്ന ആളെ കാണുന്നില്ല, അച്ഛനെയും കണ്ടില്ല ഇതുവരെ. ഓട്ടെ, ഇനി നമുക്ക് ശ്രേയക്ക് എന്തൊക്കെയോ പറയാനുണ്ടെന്നാണ് എന്നോട് പറഞ്ഞത്. പറയൂ. ഹലോ. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ലാസ്റ്റ് എന്നെ വിളിച്ചുകൊണ്ട് എല്ലാം ഞാൻ മറന്നുപോയി. എന്തായാലും ആദ്യത്തെ പടമാണ്. അതിങ്ങനെ ഒരു
ബാനറിൻ്റെ കൂടെ ദിലീപേട്ടൻ്റെ നായികയായിട്ട് ലോഞ്ച് ചെയ്യപ്പെടുക എന്ന് പറയുന്നത് തന്നെ ഏറ്റവും വലിയ ഭാഗ്യമായിട്ടുള്ള ഒരു കാര്യമാണ്. പിന്നെ വിനീതേട്ടൻ പറഞ്ഞ പോലെ വിനീതേട്ടൻ എന്നെ ഇൻസ്റ്റഗ്രാമിൽ ടെക്സ്റ്റ് ചെയ്തിട്ടാണ് ഇങ്ങനെ പറയുന്നത്, ഇങ്ങനെ ഒരു പടമുണ്ട്, ഓഡീഷൻ കൊടുക്കാൻ താല്പര്യമുണ്ടോ എന്നുള്ള കാര്യം. അപ്പം ഞാൻ പറഞ്ഞു ആ ഓക്കെ ഓഡീഷൻ കൊടുക്കാം എന്നുള്ള പറഞ്ഞു. പക്ഷെ അതിനുശേഷം ഒരു വിവരമില്ല, പിന്നെ പോയി, കംപ്ലീറ്റ് ആയിട്ട് പോയി. അത് കഴിഞ്ഞിട്ട് ഞാൻ ഈ പറയുന്ന പോലെ ചെറുതായിട്ടൊന്ന് പാട്ട് പാടുന്ന ആളാണ്. അപ്പോൾ എൻ്റെ ഒരു പ്രോഗ്രാമിന് ഞാൻ വിനീതേട്ടനെ ഇൻവൈറ്റ് ചെയ്തു. അപ്പോൾ വിനീതേട്ടൻ അന്ന് വന്നിട്ട് പ്രോഗ്രാം കണ്ടു. അതിൽ ഏറ്റവും വലിയ കോമഡി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് എൻ്റെ ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ലൈൻസ് മറന്നു പോകും. പാട്ട് പാടുന്ന സമയത്ത് ലൈൻസ് മറന്നു പോകും. അപ്പോൾ പുള്ളിക്കാരൻ ബാക്കിലിരിക്കുന്നുണ്ടായിരുന്നു. ബാക്കിലിരുന്നിട്ട് ഞാൻ നന്നായി പാടി പകുതി എത്തുമ്പോഴത്തേക്കും ലൈൻസ് മറന്നുപോയി. അത് ഞാൻ ട്യൂൺ വെച്ച് അഡ്ജസ്റ്റ് ചെയ്തു. അപ്പം തന്നെ പുള്ളിക്കാരൻ എഴുന്നേറ്റ് പോയി. പിന്നെ ഞാൻ പുള്ളിക്കാരനെ കണ്ടില്ല. അതൊക്കെ കഴിഞ്ഞ് കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് എൻ്റെ അടുത്ത് പറഞ്ഞു ഓഡീഷന് വരാൻ പറഞ്ഞു. അങ്ങനെ ഓഡീഷൻ വന്ന് അറ്റൻഡ് ചെയ്ത് ഇന്നായി കഴിഞ്ഞപ്പോൾ എന്നോട് ആദ്യം പറഞ്ഞത്, നിന്റെ കാര്യത്തിൽ എനിക്ക് ഡയലോഗിൻ്റെ കാര്യത്തിൽ എനിക്ക് ഭയങ്കര പേടിയുണ്ട്, നീ ഡയലോഗ് മറന്നു പോകുമോ എന്നുള്ളൊരു കാര്യം. അതെനിക്ക് ഭയങ്കര പേടിയുള്ള കാര്യമാണ്. ഒന്നാമത് ദിലീപേട്ടൻ്റെ കൂടെയാണ് അഭിനയിക്കുന്നത്. അങ്ങനെയൊക്കെ പറഞ്ഞ് എന്നെ നന്നായി പേടിപ്പിച്ചിട്ടുണ്ടായിരുന്നു. എൻ്റെ ഫസ്റ്റ് ഷോട്ട് ദിലീപേട്ടൻ്റെ കൂടെയായിരുന്നു. അപ്പം ഞാനിങ്ങനെ ഇത്രയും കാലം CD മൂസ, മീശ മാധവൻ, കല്യാണരാമൻ ഇതൊക്കെ കണ്ട് ഫാൻ ഗേൾ ആയിട്ടുള്ള ഒരാൾ, ഞാൻ ഫസ്റ്റ് ഷോട്ട് ദിലീപേട്ടൻ്റെ കൂടെ എന്ന് പറയുമ്പോൾ ഉണ്ടാകുന്ന ടെൻഷൻ, ഇതെങ്ങനെയായിരിക്കും ഞാൻ ചെയ്യുക, അല്ലെങ്കിൽ എന്താണ് ഞാൻ ആദ്യം പോയി പറയേണ്ടത്, എങ്ങനെയാണ് മീറ്റ് ചെയ്യണ്ടേ, ഒരു സ്റ്റാർട്ടിങ് ട്രബിൾ, അങ്ങനത്തെ ഒരു മീറ്റിംഗ് സംഭവം ഉണ്ടായിരുന്നില്ല. അപ്പോൾ ആദ്യത്തെ ഷോട്ടിൽ തന്നെ ദിലീപേട്ടൻ എത്രത്തോളം എന്നെ കംഫേർട്ട് ആക്കി എന്നുള്ളൊരു കാര്യം എനിക്ക് എടുത്തു പറയേണ്ടതാണ്. നമ്മൾ വിചാരിക്കും, നമ്മൾ ഈ തമാശകളൊക്കെ കാണുന്ന സമയത്ത് നമ്മൾ വിചാരിക്കും സ്ക്രിപ്റ്റിലുള്ളതാണല്ലോ, സ്ക്രിപ്റ്റിൽ എഴുതിയ തമാശകളാണ് ദിലീപേട്ടൻ പറയുന്നത് വിചാരിക്കും. പക്ഷേ അത് ഇംപ്രവൈസ് ചെയ്ത് കയ്യിൽ നിന്ന് ഓരോ സാധനങ്ങളിടും. അപ്പോൾ ഓപ്പോസിറ്റ് നിൽക്കുന്ന നമ്മൾ അതിന് കണക്കായിട്ട് ഓക്കെ, അപ്പം ഞാൻ കയ്യിൽ നിന്ന് പോകും. അതാണ് സത്യം. ഞാൻ ഓപ്പോസിറ്റ് നിൽക്കുമ്പോൾ ഞാൻ ഇത് സ്ക്രിപ്റ്റിലില്ലല്ലോ, എന്ത് ചെയ്യും, അടുത്ത ടേക്ക്, ഓക്കെ അടുത്ത ടേക്കിൽ ഞാനും അതുപോലെ പ്രിപ്പയർ ആയി നിൽക്കുക എന്ന് പറയുന്നത് അത് ഭയങ്കര ഒരു എക്സ്പീരിയൻസ് ആണ്. കാരണം നമ്മളെ കൂടെ ഇംപ്രവൈസ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്ന ഒരു വലിയ കാര്യമാണ്. അതുകൊണ്ട് തന്നെ എന്നെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു ഫിലിം എനിക്ക് ഭയങ്കര ഒരു ലെസണാണ് എല്ലാ രീതിയിലും. ഇപ്പോൾ വിനീതേട്ടൻ പറഞ്ഞ പോലെ ഏറ്റവും ഹാർഡ് വർക്കിംഗ് ആയിട്ടുള്ള നമ്മളൊക്കെ ഒരു സീൻ തന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ അതിൽ എത്രത്തോളം പ്രിപ്പയർ ചെയ്യും എന്നുള്ള കാര്യം ഞാൻ കണ്ടുപഠിച്ചത് ദിലീപേട്ടൻ പ്രിപ്പയർ ചെയ്യുന്ന കാണുന്ന സമയത്ത് ഞാൻ ഓക്കെ എന്നാൽ ഞാനും എന്നാൽ കുറച്ച് പ്രിപ്പയർ ചെയ്തേക്കാം എന്നുള്ള രീതിയിൽ ഞാനും അത് കണ്ടിട്ടാണ് പ്രിപ്പയർ ചെയ്യുന്നത്. അപ്പോൾ ഇത്രയും ജോവിയൽ ആയിട്ടുള്ള ഒരു, അതായത് നമുക്കറിയാം ദിലീപേട്ടൻ ഇത്രയും കോമഡി അവതരിപ്പിക്കുന്ന ഒരാളാണ്. ഇങ്ങനെ തന്നെയാണ് റിയൽ ലൈഫിലും എന്ന് നമുക്ക് മനസ്സിലാവും നമുക്ക് സംസാരിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ. അതുകൊണ്ട് തന്നെ ദിലീപേട്ടൻ്റെ ആ ഒരു എനർജി ആ സെറ്റ് മൊത്തം ഉണ്ടായിരുന്നു. അത്രയും ജോവിയൽ ആയിട്ടുള്ളൊരു സെറ്റായിരുന്നു നമ്മുടെ. അപ്പം നമ്മൾ എക്സ്പീരിയൻസ് ചെയ്ത ആ ഒരു ഫൺ മൊമെന്റ്സ്, ഫണ്ണായിട്ടുള്ള കുറച്ച് ഡേയ്സ്, അത് നമ്മൾ നിങ്ങളായിട്ട് ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കുകയാണ്. അപ്പോൾ ഒരു കുഞ്ഞു വീഡിയോ അതിലേക്ക് പോയാലോ? അപ്പോൾ ഓക്കെ, അപ്പോൾ ശ്രേയ മറന്ന കാര്യങ്ങളും ബാക്കി എല്ലാവർക്കും ഓർമ്മകൾക്ക് പൊടി തട്ടിയെടുക്കാനും നമുക്കതെല്ലാം ആസ്വദിക്കാനുള്ള സമയമായിട്ട് വേദിയിലേക്ക് ഞാൻ ആദ്യം വിളിക്കുന്നത് ജോണി ആന്റണി സാറിനെയാണ്. അദ്ദേഹം ഈ സിനിമയിൽ ഒരു ഇമ്പോർട്ടൻ്റ് ദിലീപ് എന്ന നടനിൽ നിന്ന് സാധാരണക്കാരായ നമ്മൾ പ്രതീക്ഷിക്കുന്ന, എല്ലാവരും ഇഷ്ടപ്പെടുന്ന ദിലീപിൻ്റെ ഒരുപാട് നല്ല മാനസങ്ങളുള്ള ഒരു കഥാപാത്രമാണ് പവി. ഞാൻ കൂടെ നിന്ന് കുറച്ച് ദിവസം നോക്കിക്കണ്ട കഥാപാത്രമാണ് പവി. വളരെ നന്നായിട്ട് വിനീത് അത് പകർത്തിയിട്ടുണ്ട്, നന്നായിട്ട് രാജേഷ് എഴുതിയിട്ടുണ്ട്. നല്ലൊരു വൃത്തിയുള്ള, വളരെ എന്താ പറയുക, ഫീൽ ഗുഡ്, അതിൻ്റെ മാക്സിമത്തിലേക്ക് ആളുകളെ എത്തിക്കുന്ന സിനിമയാണ്. ദിലീപ് എന്നും സാധാരണക്കാരുടെ പ്രതിനിധിയായിട്ട് അഭിനയിച്ചിട്ടുള്ള സിനിമകളൊന്നും പ്രേക്ഷകരെ നിരാശപ്പെടുത്തിയിട്ടില്ല. ഓട്ടോക്കാരനായാലും പാചകക്കാരനായാലും ദിലീപ് എന്നും ആളുകളെ ചിരിപ്പിച്ചിട്ടുണ്ട്, സന്തോഷിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും ഇവിടെ തിയേറ്റർ സുഹൃത്തുക്കൾ ഒരുപാട് പേരുണ്ട്. തിയേറ്റർ നിറയ്ക്കുന്ന സിനിമ തന്നെയായിരിക്കും പവി കെയർടേക്കർ. എനിക്ക് വളരെ ഇഷ്ടം തോന്നിയിട്ടുള്ളൊരു സിനിമയാണ്. അപ്പോൾ ഈ സിനിമയിൽ ഭാഗമാകാൻ കഴിഞ്ഞത് വലിയൊരു ഭാഗ്യമായിട്ട് ഞാൻ കരുതുന്നു. ഈ സിനിമ സൂപ്പർ ഹിറ്റാവും ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു. നന്ദി, നമസ്കാരം. നമസ്കാരം. പണ്ട് മിമിക്രിയിൽ നടക്കുമ്പോൾ
ദിലീപേട്ടനൊക്കെ സിനിമയിൽ നടക്കുമ്പോൾ ദിലീപേട്ടൻ്റെയൊക്കെ സിനിമയിൽ ഒരു ചെറിയ വേഷമെങ്കിലും കിട്ടുമോ, എന്തെങ്കിലും കിട്ടുമോ എന്ന് ആലോചിച്ച് കൊടുക്കുന്ന സമയത്താണ് ദിലീപേട്ടൻ എന്നെ ഫുൾ ത്രൂ ഔട്ട് അഭിനയിക്കാനായിട്ടൊരു സിനിമയിലേക്ക് വിളിക്കുന്നത്. അത് ദിലീപേട്ടനെക്കാട്ടി കൂടുതൽ സീനുള്ള ഒരു സിനിമയായിരുന്നു അത്. പാപ്പിയപ്പച്ച എന്ന സിനിമയിലേക്ക് എന്നെ വിളിക്കുന്നത് അത് വലിയ ഭാഗ്യമായിരുന്നു. പിന്നീട് ഞാൻ ചാൻസ് ചോദിക്കാൻ നിന്നിട്ടില്ല. കാരണം പിന്നെ ചാൻസ് ചോദിക്കേണ്ട കാര്യമില്ല, അത്രയ്ക്കും വലിയ വേഷം നിന്ന ഒരാളല്ലേ. പുള്ളിനോട് പിന്നെ ഇനി വേണ്ടാത്ത രീതിയിൽ സിനിമ വേണ്ട, എന്നാലും വീണ്ടും വീണ്ടും സിനിമകൾ എനിക്ക് തന്നു. കുറേ നാൾ സിനിമകൾ വിളിച്ചില്ല. പിന്നെ വിളിക്കുന്നത് പവിയിലേക്കാണ്. പവിയിലേക്ക് ചെറുതാണെങ്കിലും ഒരു വലിയ വേഷം തന്ന് വീണ്ടും വിളിച്ചു. അത് വലിയ സന്തോഷമായി. വിനീത് കുമാർ, എനിക്ക് തോന്നുന്നത് ദിലീപേട്ടനെക്കാട്ടും മുമ്പ് സിനിമയിൽ വന്നാണ് വിനീത് കുമാർ എന്ന് തോന്നുന്നു. രാജേഷ് രാഘവൻ വളരെ ജീവിതഗന്ധിയായിട്ടുള്ള സിനിമകന്ത് രചന നിർവഹിച്ച ഒരാളാണ്. എന്നെ അന്ന് സിനിമയിലേക്ക് വിളിക്കുമ്പോൾ ദിലീപേട്ടനോട് പലരും പറഞ്ഞു, ഈ ചെറുക്കനെ സിനിമയിൽ വെക്കേണ്ട വല്ല കാര്യമുണ്ടോ, അനുശ്രേഷവനെ സലികുമാറിനെ ആരെങ്കിലുമൊക്കെ വെച്ചാൽ പോരെ എന്ന് ചോദിച്ചു. പക്ഷേ അന്ന് ദിലീപേട്ടനും ദിലീപേട്ടൻ്റെ അനിയനും നമ്മുടെ വ്യാസൻ ഇടവനക്കാടും റോഷൻ ചിറ്റൂരും ഒക്കെയാണ് ദിലീപേട്ടനോട് കൂടുതൽ പറഞ്ഞതും. ദിലീപേട്ടനും എന്നെ സപ്പോർട്ട് ചെയ്തിട്ട് അങ്ങനെയാണ് ഞാൻ സിനിമയിൽ നിൽക്കുന്നത്. അത്രയും എതിർ അഭിപ്രായങ്ങളുണ്ടായിരുന്നു. ഞാൻ സിനിമയിൽ ദിലീപേട്ടൻ്റെ കൂടെ വരുമ്പോൾ ദിലീപേട്ടൻ്റെ അന്ന് കൂട്ടുകെട്ട് വേറെ ആയിരുന്നു. ഞാനന്ന് വന്നപ്പോൾ അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ദിലീപേട്ടൻ എന്നെ കൈവിട്ടില്ല. അതുകൊണ്ട് ദിലീപേട്ടനെ ഞാനൊരിക്കലും കൈവിടില്ല. എൻ്റെ ജീവിതത്തിൽ ഒരിക്കലും എൻ്റെ മരണം വരെ കൈവിടില്ലാത്ത ഒരാളാണ്. അദ്ദേഹം നിർമ്മിക്കുന്നൊരു സിനിമ, അദ്ദേഹം അഭിനയിക്കുന്നൊരു സിനിമ, അദ്ദേഹത്തിൻ്റെ അനിയൻ ഉൾപ്പെടുന്നൊരു സിനിമ, വിനീത് കുമാർ സംവിധാനം ചെയ്ത സിനിമ, രാജേഷ് രാഘവൻ എഴുതുന്നൊരു സിനിമ, എല്ലാവരും ഞങ്ങളുടെ ഒരു ടീമാണ് എതിരുള്ളത്. അപ്പോൾ അതുകൊണ്ട് വ്യാസചേട്ടനുണ്ട്, റോഷൻ ചേട്ടനുണ്ട്. ഈ സിനിമ ഒരിക്കലും പിന്നോട്ട് പോകില്ല എന്നൊരു അഭിപ്രായം എനിക്കുണ്ട്. ഞാൻ വളരെ കുറച്ച് സീനുകളിലാണ് അഭിനയിച്ചേക്കുന്നതെങ്കിലും അഭിനയിച്ചപ്പോൾ മനസ്സിലായി വലിയ കുഴപ്പമില്ലാത്തൊരു സിനിമയായിട്ട് ഇത് വരും. ഇത് വലിയ വിജയമായിട്ട് മാറാൻ ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഈ സിനിമയ്ക്ക് എല്ലാവിധ അനുഗ്രഹങ്ങളും നേരുന്നു. വേറൊന്നും പറയാനില്ല. ദിലീപേട്ട നന്ദി, നമസ്കാരം. താങ്ക് യു സോ മച്ച്. അങ്ങനെ കുറച്ച് നേരമായി നമ്മളിവിടെ കൂടി കാര്യപരിപാടികളൊക്കെ തുടങ്ങിയിട്ട് നമ്മൾ വണ്ടർഫുൾ ആക്ടർ പാർ എക്സലൻസ് ആ വെരി വെരി ഡിയർ ദിലീപ്, ലേഡീസ് ആൻഡ് ജെന്റിൽമെൻ, സ്വാഗതം വേദിയിലേക്ക് ദിലീപേട്ട. എല്ലാവർക്കും നമസ്കാരം. ഈ വേദിയിൽ ഇന്ന് 2 ചടങ്ങാണ് നടന്നത്. ഒരു വേദിയിൽ സിനിമാ കുടുംബത്തിൻ്റെ സന്തോഷകരമായ ഒരു മുഹൂർത്തം. അതിലൊന്ന് പവി കെയർടേക്കറിൻ്റെ ലോഞ്ചാണ്, ഓഡിയോ ലോഞ്ചാണ് ഇന്ന്. അതുപോലെ തന്നെ പ്രധാനപ്പെട്ട ഒന്ന്, മലയാള സിനിമയിലെ തിയേറ്റർ അസോസിയേഷൻ്റെ പുതിയ ഒരു സംരംഭം, ഒരു നന്മയുടെ സംരംഭം തന്നെ പറയാം. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ നമ്മുടെ പ്രസിഡൻ്റായ ഫിയോക്കിൻ്റെ പ്രസിഡൻ്റായ വിജയകുമാർ വിജയേട്ടനോട് പ്രസംഗിക്കുകയുണ്ടായി. അതിനെക്കുറിച്ച് നമ്മളോട് സംസാരിക്കുകയുണ്ടായി. എന്തിനു വേണ്ടിയിട്ടാണ്? കാരണം ഫിയോക്ക് എന്ന് പറയുന്ന സംഘടനയ്ക്ക് ഷോ ചെയ്യാനോ അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ ഉള്ള പരിമിതികളൊക്കെ ഉണ്ട്. അപ്പം കണ്ടുപിടിച്ച വിജയേട്ടൻ്റെ ഒരാശയം തന്നെയായിരുന്നു ഇത്. ഇന്നൊന്നിലേ തുടങ്ങിയതല്ല. ശരിക്കും ആദ്യമായിട്ട് എനിക്ക് തോന്നുന്നത് വിജയേട്ടൻ സംസാരിക്കുന്നത് ലിയോ എന്ന സിനിമ വിതരണത്തിനടുത്ത് തുടങ്ങാം എന്നുള്ള രീതിയിലായിരുന്നു. പക്ഷെ അത് സാധിച്ചില്ല. പിന്നീടാണ് നമ്മളൊരു ചർച്ചകളും കാര്യങ്ങളും ഒക്കെ വന്ന സമയത്ത് ജനറൽ ബോഡിയിൽ വെച്ച് അങ്ങനെ തീരുമാനം പറയുകയൊക്കെ ചെയ്തു.
ഭക്ഷണം കഴിക്കുന്ന സമയത്താണ് എൻ്റെ അടുത്ത് വിജയേട്ടൻ ചോദിച്ചത്, ദിലീപ് ജിയുടെ സിനിമകളെങ്ങാനും നമ്മൾക്ക് എങ്ങനെയാ? ഞാൻ പറഞ്ഞു, ഞാനിങ്ങനെ ആലോചിച്ച് കഴിഞ്ഞപ്പോൾ നമ്മൾ ഈ സിനിമ 10-21 വർഷമായിട്ട് നമ്മൾ ഡിസ്ട്രിബ്യൂട്ടേഴ്സ് മേഖലയിലുള്ള ആൾക്കാരാണ്. അപ്പോൾ അത് കഴിഞ്ഞ് ഞാൻ ചെയ്യുന്ന സിനിമ ലിസ്റ്റിൻ്റെയാണ്. ലിസ്റ്റിൻ ഇന്ന് ഇവിടുത്തെ ഏറ്റവും വലിയ ഒരു നിർമ്മാതാവും വിതരണക്കാരനുമാണ്, തിയേറ്റർ ഉടമയും. അപ്പോൾ ലിസ്റ്റിൻ്റെ പടം എന്തായാലും വരില്ല ഇതിലേക്ക്, കാരണം ലിസ്റ്റിന് സ്വന്തമായിട്ടുള്ള പ്രസ്ഥാനമുണ്ട്. പിന്നെ ചെയ്യുന്നത് ഗോകുലത്തിൻ്റെ പടങ്ങളാണ്. അപ്പോൾ അതൊന്നും അടുത്ത് നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല എന്നുള്ളൊരു ചിന്തയിലാണ് ഞാൻ പറഞ്ഞത്, വിജയേട്ടാ നമുക്ക് ഈ സിനിമ നമുക്ക് ചെയ്യാം എന്നുള്ള രീതിയിലാണ്. സത്യം പറഞ്ഞാൽ തിയേറ്റേഴ്സ് അസോസിയേഷൻ്റെ വളരെ പിന്തുണയും അതൊരു നന്മയ്ക്ക് വേണ്ടിയിട്ടാണ്. തിയേറ്റർ അസോസിയേഷൻ്റെ മെമ്പേഴ്സിന് തിയേറ്റർ അസോസിയേഷന് ഇരിക്കാനൊരു, അതിലെ മെമ്പേഴ്സിനൊക്കെ ഇരിക്കാനുള്ളൊരു സ്ഥലം, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ, അതിലെ മെമ്പേഴ്സിനെ എത്രത്തോളം സപ്പോർട്ട് ചെയ്യാൻ പറ്റുമെന്നുള്ള കാര്യങ്ങളൊക്കെ ആലോചിച്ചിട്ടാണ് ഇങ്ങനൊരു, അല്ലാതെ മറ്റുള്ള പല ആളുകളും വേറെ രീതിയിലൊക്കെ വളച്ചൊടിക്കാനും പ്രശ്നം ഉണ്ടാക്കാൻ ശ്രമിക്കുന്നുണ്ട്. അങ്ങനെയൊന്നുമല്ല, ഒരു നന്മ മാത്രം കണ്ടാണ് പുതിയ സംരംഭത്തിന് തുടക്കമിട്ടിരിക്കുന്നത്. ഇന്ന് ഇത്രയധികം മാധ്യമ സുഹൃത്തുക്കളെല്ലാം ഇവിടെ വന്നിട്ടുണ്ട്, വലിയ സന്തോഷം. കാരണം എൻ്റെ ഇപ്പോഴത്തെ അവസ്ഥയൊക്കെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. കഴിഞ്ഞ 28-29 വർഷമായിട്ട് ഇൻഡസ്ട്രിയിൽ കൊച്ചു കൊച്ചു വേഷങ്ങൾ ചെയ്ത് ഇവിടം വരെ എത്തിയ ഒരാളാണ്. സത്യസന്ധമായി പറഞ്ഞാൽ പ്രേക്ഷകരുടെ കയ്യടി, അതുപോലെ തന്നെ എന്നെ വിശ്വസിച്ച്, ഞാൻ ഇത്രയും പ്രശ്നത്തിൽ നിൽക്കുമ്പോഴും എന്നെ വിശ്വസിച്ച് ഇവിടെ സിനിമ നിർമ്മിക്കുന്ന എൻ്റെ നിർമ്മാതാക്കൾ, അതുപോലെ തന്നെ എന്നെ പുതിയ പുതിയ കഥാപാത്രങ്ങൾ തന്ന് എൻ്റെ സംവിധായകരെ, എൻ്റെ എഴുത്തുകാർ, എൻ്റെ കോ ആർട്ടിസ്റ്റുകൾ, ഒരുപാട് പേരുടെ ഒരു പ്രാർത്ഥനയാണ് ഈ ഞാൻ. അതുപോലെ തന്നെ ഈ സിനിമ എനിക്ക് എത്രത്തോളം ആവശ്യമാണെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. കാരണം ഞാൻ നിങ്ങളെ, ഇത് എൻ്റെ 149ാമത്തെ സിനിമയാണ്. ഇത്രയും കാലം ഞാൻ ഒരുപാട് ചിരിപ്പിച്ചു. കഴിഞ്ഞ കുറച്ച് കാലമായിട്ട് ഞാൻ ദിവസം കരഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരാളാണ്. ചിരിപ്പിക്കാൻ ശ്രമിക്കുന്ന എനിക്ക് ഇവിടെ നിലനിൽക്കാൻ ഈ സിനിമ എനിക്ക് ആവശ്യമാണ്. കാരണം എല്ലാവരും പറഞ്ഞത് ദിലീപ് എൻ്റർടൈൻമെൻ്റ് ആണ്. ഞാൻ പല ശ്രമങ്ങളാണ് ആസ് എൻ ആക്ടർ, പല വേഷത്തിൽ നമ്മൾ ശ്രമിക്കും. ഇന്ന് ഈ സിനിമ വിനീത് വന്ന് പറഞ്ഞ കഥ, രാജേഷ് രാഘവൻ നന്നായിട്ട് എഴുതിയൊരു കഥ, ഈ സിനിമ പവി കെയർ ടേക്കർ തിയേറ്ററിലെത്തുമ്പോൾ എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകരെ വിശ്വസിച്ചുകൊണ്ട് മാത്രമാണ് വരുന്നത്. കാരണം ദിലീപിൻ്റെ സിനിമയിൽ നിന്ന് ഏറ്റവും വലിയ കമ്പനികളുടെ CEO ആണെങ്കിലും താഴെ നിൽക്കുന്ന ആളുകളാണെങ്കിലും ചായക്കടയിൽ ചായ അടിക്കുന്ന ആളാണെങ്കിലും പറയുന്നത്, അല്ലെങ്കിൽ ഏത് തരത്തിലുള്ള ആൾക്കാരും പറയുന്നത്, നിങ്ങളുടെ സിനിമകൾ കാണുന്നത് ഞാൻ കുറേ ചിരിക്കാനും ഒക്കെ വേണ്ടിയിട്ടാണ്, ഞങ്ങളുടെ സ്ട്രെസ് ഒഴിവാക്കാനാണ്. അപ്പോൾ തീർച്ചയായിട്ടും എനിക്ക് ആ കാര്യം പറയാം. നിങ്ങളങ്ങനെ എന്നിൽ നിന്ന് ആഗ്രഹിക്കുന്ന ഒരു കഥാപാത്രം തന്നെയാണ് വളരെ സാധാരണക്കാരനായ പവി കെയർ ടേക്കർ എന്ന ഈ സിനിമയിൽ ഞാൻ അവതരിപ്പിക്കുന്ന പവിത്രൻ. അതെനിക്ക് കൊണ്ടുവന്നു തന്ന എൻ്റെ പ്രിയ, ശരിക്കും പറഞ്ഞാൽ ഞാൻ വിനീത് നേരത്തെ പറഞ്ഞു, ഞാൻ വിനീതും തമ്മിലുള്ള കാര്യങ്ങൾ, ഞാൻ എൻ്റെ സഹോദരനോടുള്ള പോലെ തന്നെ വിനോദം കെട്ടുകയറാറുണ്ട്, ചോദ്യങ്ങൾ ചോദിക്കാറുണ്ട്. പക്ഷെ എപ്പോഴും വളരെ ചിരിച്ചു നിൽക്കുന്ന മുഖമായിട്ട് തന്നെയാണ് വിനീത് എന്നോട് പെരുമാറിയിട്ടുള്ളത്. രാജേഷിൻ്റെ മെക്കെട്ട്, കാരണം ചിലപ്പോൾ നമുക്ക് ചില സംശയങ്ങൾ വരുമ്പോൾ നമ്മൾ ചോദിക്കാറുണ്ട്. അപ്പോൾ അതുപോലെ തന്നെ മലയാള സിനിമയിലേക്ക് നമുക്ക് കൊടുക്കാൻ പറ്റുന്നത് എന്താ പറയുക, എൻ്റെ കൂടെ വർഷങ്ങൾക്ക് മുമ്പ് ഒരുപാട് നായികമാർ എൻ്റെ കൂടെ വന്നിട്ടുണ്ട്. അവരുടെ ആദ്യ നായകനാണ് ഞാൻ.
അതുപോലെ തന്നെ മലയാള സിനിമയിലേക്ക് 5 നായികമാർ കൂടി പുതിയതായിട്ട് വരികയാണ്. ഇവർ 5 പേരും കഴിവുള്ളവരാണ്. അത് നിങ്ങൾക്ക് ഈ സിനിമ കാണുമ്പോൾ മനസ്സിലാവും. അതുപോലെ തന്നെ ഇതിൻ്റെ എഡിറ്റർ ദീപു, മ്യൂസിക് ഡയറക്ടർ മിഥുൻ ഇതിനു മുമ്പ് ചെയ്ത റോഷാക്ക്, മലയാളത്തിൽ ചെയ്ത സിനിമ റോഷാക്കാണ്. നമ്മളെല്ലാവരും കണ്ടാണ് ആ സിനിമ. അപ്പോൾ അദ്ദേഹത്തിൻ്റെ കഴിവറിയാം. അദ്ദേഹം ചെയ്ത പാട്ടുകൾ നിങ്ങൾ കണ്ടു. പിന്നെ ഇതിൻ്റെ ക്യാമറമാൻ, രോമാഞ്ചത്തിൻ്റെ ക്യാമറമാൻ സനു തായർ. സനുവിൻ്റെ നല്ല വർക്കാണ്. സനു ഇവിടെ വന്നിട്ടില്ല. പിന്നെ ഇവിടെ ഇരിക്കുന്ന ജോണിനെ നിങ്ങൾക്ക് അറിയാം. എന്നെ ജോണിനെ കാണുമ്പോൾ എല്ലാവരും ചോദിക്കുന്നത് CID മൂസ സെക്കൻഡില്ലേ എന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ ജോണി ഇന്ന് മലയാള സിനിമയിൽ ഏറ്റവും കൂടുതൽ കഴിഞ്ഞ ദിവസം ജോണി പറഞ്ഞ 140-150 സിനിമയൊക്കെ ആയിരുന്നു. ഈ കോവിഡിൻ്റെ ഇടയിൽ ഇത്രയധികം സിനിമ അഭിനയിച്ച ഒരു നടനെ ഞാൻ ഇന്നുവരെ കണ്ടിട്ടില്ല. അപ്പോൾ അതുപോലെ ധർമ്മജൻ. പിന്നെ ഇതിൽ വരാത്തൊരു വലിയൊരു നായികയുണ്ട്, രാധിക ശരത്കുമാർ. മാഡത്തിൻ്റെ രാധിക ചേച്ചിയുടെ അവിടെ ഇലക്ഷൻ നടന്നു. നാളെ ഇലക്ഷനാണ്. ഞാൻ വിളിച്ചിട്ടുണ്ടായിരുന്നു. എല്ലാവരോടും അന്വേഷണം പറയാൻ പറഞ്ഞു. എല്ലാ പ്രാർത്ഥനകളും ഉണ്ടെന്ന് പറഞ്ഞു. രാധിക ചേച്ചി ഒരുമിച്ച് അഭിനയിക്കുന്ന 2ാമത്തെ ചിത്രമാണ് രാമലീലൻ്റെ അമ്മയായിട്ടാണ് അഭിനയിച്ചത്. ഇതിൽ റിട്ടയേർഡ് SI മറിയാമ്മ എന്ന് പറഞ്ഞ ശക്തമായിട്ടുള്ള കഥാപാത്രമാണ്. അതുപോലെ ഈ സിനിമയിൽ ഒരുപാട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരുപാട് മറ്റു കഥാപാത്രങ്ങൾ എല്ലാവരും ഉണ്ട്. നിങ്ങൾക്ക് എല്ലാവരും ഇഷ്ടമാകുന്ന ഒരു സിനിമ തന്നെയായിരിക്കും. ഈ വേദിയിൽ എന്താ പറയുക, ഇവിടെ വന്നിരിക്കുന്ന എല്ലാവരോടും അത്രയധികം നന്ദിയും കടപ്പാടും അറിയിക്കുന്നു. ഈ സിനിമ 26 നിങ്ങൾ തിയേറ്ററിൽ തന്നെ പോയി കാണുക. ഇത് ശരിക്കും എൻ്റെയും ആവശ്യമാണ്. ഫിയോക്ക് എന്ന് പറഞ്ഞ സംഘടന ആദ്യമായിട്ട് ഒരു സംരംഭത്തിലേക്ക് ഇറങ്ങുമ്പോൾ പൂർണ്ണമായിട്ടുള്ള പിന്തുണയും ഞങ്ങൾക്ക് എല്ലാവർക്കും ആവശ്യമാണ്. അതുപോലെ തന്നെ ഞങ്ങൾക്ക് ഏറ്റവും വലിയ സന്തോഷം, ഫിയോക്ക് എന്ന് പറഞ്ഞ സംഘടന ഞാൻ ചെയർമാനും ആൻ്റണി പെരുമ്പാർ വൈസ് ചെയർമാനായിട്ട് തുടങ്ങിയ ഒരു അത്രയും വലിയ കൂട്ടായ്മയിൽ തുടങ്ങിയ പ്രസ്ഥാനത്തെ ഗംഭീരമായിട്ടുള്ളൊരു മുന്നേറ്റം, അതിന് ചുക്കാൻ പിടിക്കുന്ന ഞങ്ങളുടെ പ്രിയപ്പെട്ട പ്രസിഡന്റിനെ ഈ വേദിയിൽ ഞങ്ങളുടെ വിജയേട്ടനെ അനുമോദിക്കുകയാണ്. കാരണം അദ്ദേഹം എടുത്തപ്പോൾ പറഞ്ഞു, ജേക്കബേട്ടൻ പറഞ്ഞു 7 വയസ്സേ ആയിട്ടുള്ളൂ. ഈ 7 വയസ്സിനുള്ളിൽ അങ്ങനെയുള്ള ചിന്തകൾ അല്ലെങ്കിൽ അതിന് വേണ്ടിയിട്ടുള്ള ഒരു പ്രയത്നം, അതിന് തുടക്കമിട്ട ഈ ഇന്നത്തെ ഭരണസമിതിയെയും ഞാൻ അനുമോദിക്കുകയാണ്. അപ്പോൾ തീർച്ചയായിട്ടും എല്ലാവരുടെയും കൂട്ടായിട്ടുള്ള പ്രാർത്ഥന, സ്നേഹം, പിന്തുണ എല്ലാം ഞങ്ങളോടൊപ്പം ഉണ്ടാവണം. അതുപോലെ തന്നെ ലാസ്റ്റ് മിനിറ്റിലേക്കാണ് പലരെയും വിളിച്ചിട്ടുള്ളത്. ആ ലാസ്റ്റ് മിനിറ്റ് പോലും ഒരു പ്രയാസവും കാണിക്കാതെ ഓടി വന്ന എൻ്റെ പ്രിയപ്പെട്ട എല്ലാവരോടും ഈ വേദിയിൽ നന്ദി പറയുന്നു. വളരെ അധികം സന്തോഷം. സർവശക്തനായ ദൈവത്തോട് നന്ദി പറയുന്നു. താങ്ക്സ് എ ലോട്ട്. എല്ലാ പ്രാർത്ഥനയോടും റോഷൻ ചിറ്റു, അതുപോലെ എൻ്റെ സഹോദരന്മാർ അനൂപ്, സുരാജ്, പിന്നെ എൻ്റെ ബാല്യകാല സുഹൃത്തായ KP വ്യാസനെ വരും. വ്യാസ് ഭായ് ഒരു കയ്യടി വാങ്ങിച്ചു പോകും പ്ലീസ്. ഞങ്ങൾ രണ്ടുപേരും നിക്കറിട്ട് നടക്കുന്ന കാലം മുതലുള്ള സുഹൃത്തുക്കളാണ്. ഞങ്ങൾക്ക് രണ്ടുപേരുടെ മനസ്സിൽ സിനിമയാണ് ഞങ്ങൾ ഒരിക്കലും പറഞ്ഞിട്ടില്ല. ഈ വർഷങ്ങൾക്ക് ശേഷം ആണ് ഞാൻ സിനിമയിൽ വരുന്നതിന് മുമ്പ് സിനിമയിൽ വന്ന റെപ്രസെൻറ്റേറ്റീവായിട്ട് തുടങ്ങി എഴുത്തുകാരനായ ഇന്ദ്രിയ എന്ന് പറഞ്ഞ സിനിമ സൂപ്പർ ഹിറ്റ് സിനിമ എഴുതിയത് വ്യാസനാണ്. അതിനുശേഷം വ്യാസൻ സംവിധായകനായി ഇപ്പോഴും ആ പഴയ സുഹൃത്തായിട്ട് എന്നോടൊപ്പം നിൽക്കുന്ന വ്യാസനെ ഞാൻ ഈ സമയത്ത് അനുമോദിക്കുകയാണ്. താങ്ക്സ് എ ലോട്ട്. എല്ലാവർക്കും ഒരുപാട് നന്ദി. താങ്ക് യു സോ